അപ്പോൾ അതിവേഗം ബഹുദൂരം ആ വാചകം അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സർക്കാരിന്റെ ഇതുവരെയുള്ള നടത്തം. അപ്പോൾ പെട്ടെന്നൊരു ചോദ്യം വന്നു, മന്ത്രിമാരുടെ വകുപ്പുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ കാലതാമസം? ആ കാലതാമസത്തിനും പരിഹാരമായിരിക്കുകയാണ് വി.ഡി.എ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ പട്ടിക ഗവർണർക്ക് കൈമാറി. ടി.എസ്. ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഇന്നിപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ വകുപ്പില്ലാത്ത മന്ത്രിമാരുടെ മന്ത്രിസഭാ യോഗമായിരിക്കുമോ എന്നുള്ളൊരു കൗതുകവും ആകാംക്ഷയും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, വകുപ്പുകളായി വിഭജനം പൂർത്തിയാകുന്നു. തർക്കം നിലനിന്നിരുന്ന വകുപ്പുണ്ട്, ഫിഷറീസ്, ഉന്നത വിദ്യാഭ്യാസം. അതിൽ തീരുമാനമായോ ഹരി? അതാർക്കാണ്? പേരുദോഷം അങ്ങ് മാറി. അതായത് അത് പേരുദോഷമല്ല, ഇന്നത്തെ ക്യാബിനറ്റിൽ പോയി പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിമാരിയ്ക്കുമ്പോൾ വകുപ്പ് വിഭജനം പൂർത്തിയായില്ലെങ്കിൽ അങ്ങനെ പറയും എല്ലാവരും, വകുപ്പില്ല മന്ത്രിമാരെന്നുള്ള ഒരു പ്രയോഗം ഉപയോഗിക്കും. പക്ഷെ എന്തായാലും ഇന്ന് 10 മണിക്ക് ശേഷമുള്ള ക്യാബിനറ്റിൽ മന്ത്രിമാരിയ്ക്കുമ്പോൾ അങ്ങനെ ഒരു പേര് കേൾക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആര്യ ചോദിച്ചതുപോലെ തർക്കം നിലനിന്നിരുന്നു. പ്രധാനമായും ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് നിലനിന്നിരുന്നത്. അത് ഫിഷറീസ് വകുപ്പും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം, ഈ 2 വകുപ്പുകളിൽ വലിയൊരു തർക്കം നിലനിന്നിരുന്നു. അത് പരിഹരിച്ചിട്ടുണ്ട്. അത് നിലവിൽ നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കോൺഗ്രസിനാണ് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുക. കോൺഗ്രസിൽ റോജി എം ജോണിനെയാണ് പരിഗണന നൽകിയിരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ കോൺഗ്രസിൽ റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നുള്ള വിവരം ലഭ്യമാകുന്നു. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തിട്ടില്ല. അതും കോൺഗ്രസ് തന്നെ കൈകാര്യം ചെയ്യാനുള്ള സാധ്യത കാണുന്നു. അത് സംബന്ധിച്ച് ആ വിവരം നമുക്ക് ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗവർണർക്ക് ഈ പട്ടിക കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവരം നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് അമൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമലിൻ്റെ ആ വിവരം ഉടൻ തന്നെ കിട്ടുകയും ചെയ്യും. ഈ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്ന തർക്കം എന്ന് പറയുന്നത്, അതായത് ലത്തീൻ സഭയുടെ ഒരു എതിർപ്പ് മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് എം വിൻസെന്റിനെ ഉൾപ്പെടെ മന്ത്രിയാക്കാത്തതിലുള്ള ഒരു പ്രതിഷേധം അവർ അറിയിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലെ തന്നെ ഒരാൾ ഈ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ലത്തീൻ സഭ കൂടിയാണ്. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു എതിർപ്പ് നിലനിന്നിരുന്നു. കോൺഗ്രസ് അത് കൈകാര്യം ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കേണ്ടി വന്നത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം അമലിനെയും കൂടിയും ഒന്ന് ഫോണിൽ വിളിക്കാം. അമലിന്റെ കയ്യിലാണ് കൂടുതൽ വിവരങ്ങൾ ഉള്ളതെന്നാണ് ഹരി പറയുന്നത്. ഹരി, മറ്റൊരു കാര്യം, ഇന്ന് നിർണായകമായ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗമാണ്. ഇന്നത്തെ തീരുമാനങ്ങൾ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് തെറ്റാണ് എന്ന് പറഞ്ഞ കുറെ പദ്ധതികൾ ഉണ്ടായിരുന്നു. കിഫ്ബി മുതൽ ഇങ്ങോട്ടുണ്ട്. കേരയിൽ സമരത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ്. അപ്പോൾ അതിന്റെ വിജ്ഞാപനം റദ്ദാക്കുമോ? സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തീരുമാനങ്ങൾ? ധവളപത്രം ഇറക്കാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഹരി? പുറത്തിറക്കാൻ ഇന്നലെ തീരുമാനമെടുത്തിരുന്നു. അത് സംബന്ധിച്ച് ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കുകയും ചെയ്തു. അവരുടെ അന്വേഷണത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവരെ അന്വേഷിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ധവളപത്രം പുറത്തിറക്കുന്നതും സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഒന്നാമതായി വരുന്നുണ്ട്. രണ്ടാമത്തേതാണ് കേരളയിലുമായി ബന്ധപ്പെട്ട വിഷയം. കേരളയിൽ വിജ്ഞാപനം റദ്ദാക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ LDF സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായ ഒന്നാണ് കേരളയിലുമായി ബന്ധപ്പെട്ട്. അതിന്റെ മുൻപന്തിയിൽ നിന്ന്, ആ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ മുൻപന്തിയിൽ നിന്നത് കോൺഗ്രസ് ആണ്. മഞ്ഞക്കുറ്റി പിഴുതെറിയൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ അന്ന് കണ്ടതുമാണ്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിജ്ഞാപനം റദ്ദാക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇത് മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിലെ രണ്ടാമതുള്ളത്. മൂന്നാമത് ഗവർണറുടെ നയപ്രഖ്യാപനം 29-ാം തീയതിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കരട് പരിശോധിക്കുക എന്നുള്ളതും മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ നിന്നുണ്ട്. ശരി, അപ്പോൾ ഇങ്ങനെയാണ്, അതായത് വകുപ്പുകളുടെ വിഭജനം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.